ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പിക് എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ്. പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ് എന്നുള്ള കോൺസെപ്റ്റും കൂടെ നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഷിഫ മനസ്സിലായിട്ടില്ല എങ്കിൽ ശ്രദ്ധിച്ചോളൂ, പറഞ്ഞു തരാം. ഒന്നും കൂടെ പറയുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് തന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിലേക്ക് തന്നു. ആ പ്രോബ്ലത്തിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി കുറേ കമാൻഡ്സ് അവിടെ എഴുതും. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇത് ഷിഫയ്ക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് അർത്ഥം. അതായത് ഇപ്പം ആഡ് ചെയ്യണം, എനിക്ക് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് അനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഞാൻ എഴുതും. അതായത് ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2, അങ്ങനെ n ഇൻസ്ട്രക്ഷൻസ് ഞാൻ എഴുതുന്നു. ഈ n ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ ഈ n കമാൻഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഒരു പ്രോഗ്രാം എന്ന് വിളിച്ചത്. ഓക്കെ, സോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കമാൻഡ്സ് ആണ്. എന്തിനു വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടുന്ന കമാൻഡ്സ് ആണ്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ദെൻ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനാണ് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്? അതായത് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കാമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഒക്കെ നമ്മൾ എന്തോരം പ്ലാനിങ്സ് നടത്തും അല്ലേ? എത്രത്തോളം നമ്മൾ പ്ലാൻഡ് ആയിരിക്കും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ആൾക്കാരെയൊക്കെ വിളിക്കണം, ഇന്ന ആൾക്കാരുടെ പർച്ചേസിന് പോകണം, അതുപോലെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, കല്യാണത്തിൻ്റെ ദിവസം, അങ്ങനെ ഫുൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകും നമ്മുടെ വീട്ടിലൊരു ഇവൻ്റ് നടക്കുമ്പോൾ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ പ്ലാൻ ചെയ്താലല്ലേ നമുക്കത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം വന്നാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളൊക്കെ കൂടി എന്തോരം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നല്ല നീറ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് വെച്ച് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് ഒത്തിരി പ്ലാനിങ്സ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും? ആ ചെയ്യുന്ന കാര്യങ്ങളുടെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഗ്രാം ലൈഫ് സൈക്കിൾ. അതായത് പ്രോഗ്രാം ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം റിയലി ഹാപ്പൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ പ്രോഗ്രാം ലൈഫ് സൈക്കിളിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാബിൽ, കോളേജ് തുറക്കും, നിങ്ങൾ ലാബിൽ വരും, പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6 സ്റ്റെപ്സ് 1 by 1 ആയിട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ 6 സ്റ്റെപ്പും അതിനകത്ത് വന്നിരിക്കും. അറ്റ്ലീസ്റ്റ് 5 സ്റ്റെപ്പെങ്കിലും വന്നിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓരോന്നും ഈ 6 സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഡെഫിനിഷൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഡെഫിനിഷൻ.
എന്താണ് പ്രോബ്ലം ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലേക്ക് മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ തന്നാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിരുത്തി വായിക്കും, ഇല്ലേ? എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്നൊരു ഐഡിയയാണ് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? അതായത് ആദ്യം ആ പ്രോബ്ലം എന്താണ് എന്ന് ബേസിക്കലി മനസ്സിലാക്കുക. പ്രോബ്ലത്തിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിന് പറയുന്ന വാക്കാണ് പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി കയ്യിലേക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ടാകും ഏത് വഴിയിലാണ് നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാം എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? ഇപ്പോൾ മാത്സ് തന്നെ ചില പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗരിതമിക് ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടേ? സോ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരും എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് എനിക്ക് ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ എന്താണ്, നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാകും ഈ പ്രോഗ്രാം ചെയ്താൽ അല്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്താൽ ഇന്ന ആൻസറിലേക്ക് എത്താം എന്നൊരു ഐഡിയ നമുക്കുണ്ടാകും. ഷാർപ്പായിട്ടല്ല പറയുന്നത്, എന്നാലും നമുക്കൊരു മനക്കണക്ക് ഉണ്ടാവും, ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും വന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രോബ്ലം ഡെഫിനീഷനിലുള്ളത്. ഫസ്റ്റ്, പ്രോബ്ലം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സെക്കൻഡ്, ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാം എന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ദെൻ നമ്മുടെ മനസ്സിൽ വരും, ഏകദേശം മനക്കണക്കൊക്കെ ചെയ്ത് നമുക്ക് ഇതൊക്കെ ആയിരിക്കാം ആൻസർ കിട്ടുന്നത്, അതായത് ഏത് ഔട്ട്പുട്ടാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നൊരു ഐഡിയ, ഒരു വേഗ് ഐഡിയ ആണെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കും. സോ ഈ 3 കാര്യങ്ങളാണ് പ്രോബ്ലം ഡെഫിനീഷനിൽ ഉള്ളത്. ഓക്കെ, സോ പ്രോഗ്രാം ലൈഫ് സൈക്കിളിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പറഞ്ഞത് പ്രോബ്ലം ഡെഫിനീഷൻ എന്നുള്ളത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം അനാലിസിസ്. പ്രോബ്ലം അനാലിസിസ് എന്താണ്? പ്രോബ്ലം അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതായത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെ റിസോഴ്സുകളാണ് വേണ്ടത്. ഒരു ഐഡിയ നമുക്ക് കിട്ടും ഫസ്റ്റ് സ്റ്റേജിൽ പ്രോബ്ലം ഡെഫിനീഷനിൽ. പ്രോബ്ലം അനാലിസിസിലാണ് നമ്മൾ ആ റിസോഴ്സുകളെ ഗ്യാദർ ചെയ്യുന്നത്. ആ റിസോഴ്സുകളെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുന്നത്, ഗ്യാദർ ചെയ്യുന്നത്. സോ പ്രോബ്ലം അനാലിസിസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സുകളെ നിങ്ങൾ ഗ്യാദർ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൽഗോരിതം ഡെവലപ്മെൻറ്റ്. അൽഗോരിതം എന്താണെന്നുള്ളത് നമ്മൾ പറയും. ബിഫോർ ദാറ്റ് ഞാൻ പറയാം, അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. അതായത് നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നു, ഓക്കെ, ആ ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും എന്ന് നിങ്ങൾ 1 2 3 4 5 നമ്പർ ഇട്ട് എഴുതുന്നു. അതിനെയാണ് അൽഗോരിതം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ് പോയി ഒരു ചായ തിളപ്പിച്ചുകൊണ്ട് പോവാ. അപ്പോൾ അതിൻ്റെ അൽഗോരിതം ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്തായിരിക്കും? നിങ്ങൾ കിച്ചണിൽ കയറും. സെക്കൻഡ് എന്തായിരിക്കും? പാലെടുക്കും. തേർഡ് എന്തായിരിക്കും? വെള്ളം എടുക്കും, മിക്സ് ചെയ്യും, അടുപ്പിലേക്ക് വെക്കും, തീ കൊടുക്കും, അതിനകത്തേക്ക് ടീ പൗഡർ ഇടും, അല്ലേ? ബോയിലായി വരുമ്പോൾ നമ്മളത് എന്താ പറയുക, ഡ്രെയിൻ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഷുഗർ ഇട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഡ്രെയിൻ ചെയ്ത് നമ്മൾ ചായ എടുക്കും, അല്ലേ? സിമ്പിൾ അല്ലേ? ഒരു ടാസ്ക് തന്നപ്പോൾ അങ്ങനെ. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നിങ്ങൾ സ്റ്റെപ്പ് 1 അടുക്കളയിൽ കയറുന്നു, സ്റ്റെപ്പ് 2 പാലെടുത്തു, സ്റ്റെപ്പ് 3 വാട്ടർ എടുക്കുന്നു, സ്റ്റെപ്പ് 4 മിക്സ് ചെയ്യുന്നു, സ്റ്റെപ്പ് 6 അടുപ്പിലേക്ക് വെച്ചു, സ്റ്റെപ്പ് 7 തീ കൊടുക്കുന്നു, തിളയ്ക്കണ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടീ പൗഡർ ഇടും, ദെൻ നമ്മൾ അതിനെ ഡ്രെയിൻ ചെയ്യും, ഷുഗർ ഇടും, മിക്സ് ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റെപ്പും 1 by 1 ആയിട്ട് നമ്മൾ പറയുന്നതാണ് അൽഗോരിതം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം ഡെവലപ്മെൻറ്റ്.
ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോഡിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. കോഡിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മെഷീൻ്റെ മുന്നിലിരുന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ എഴുതാൻ തുടങ്ങുന്നു. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലേക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചാടി പിടിച്ച് മെഷീൻ ഓൺ ചെയ്ത് നമ്മൾ ചറ എന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ല ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി ആവശ്യം വരിക എന്നുള്ളത് ചിന്തിക്കുക. അതുപോലെ തന്നെ ഏതാണ്ട് ഒരു ഔട്ട്പുട്ടിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കുക. അതാണ് പ്രോബ്ലം ഡെഫിനേഷൻ. നെക്സ്റ്റ് ഫേസിൽ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുക. അതായത് ആ പ്രോബ്ലം ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കൊണ്ടുവരണം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ അൽഗോരിതം എഴുതും. അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നമ്മൾ എഴുതും. നാലാമത്തെ സ്റ്റെപ്പിൽ മാത്രമാണ് നമ്മൾ മെഷീൻ ഓൺ ചെയ്ത് അവിടെ പ്രോഗ്രാം ചെയ്യാൻ, അതായത് ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനെ പറയുന്ന വാക്കാണ് കോഡിംഗ്. മനസ്സിലായോ? ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ കോഡിംഗ് എന്നുള്ള പരിപാടിയിലേക്ക് പോകുന്നത്. ദെൻ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്യുന്നത് എപ്പോഴും ഏതെങ്കിലും സി എന്ന് പറയുന്ന ലാംഗ്വേജിലോ C++ലോ ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിലായിരിക്കും നിങ്ങൾ കോഡ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരു ഇൻസ്ട്രക്ഷൻ എഴുതി, എനിക്ക് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് മാറ്റി എനിക്കിവിടെ എഴുതി വെക്കാം ഞാൻ എന്തിനാണ് ഈ ഇൻസ്ട്രക്ഷൻ 1 യൂസ് ചെയ്തത്, ഇൻസ്ട്രക്ഷൻ 2 എന്തിനാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെൻറ്റേഷൻ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, നിർബന്ധമില്ല. മനസ്സിലായോ? സാധാരണ സിമ്പിൾ പ്രോഗ്രാംസിന് അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യമില്ല. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു 10,000 പ്രോഗ്രാം അതിനകത്തുണ്ടാവും. സോ അങ്ങനെയുള്ള സ്ഥലത്ത് ഡോക്യുമെൻറ്റേഷൻ വേണം. നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യം കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, സോ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കോഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് വേണമെങ്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. വേറൊരാൾ വരുമ്പോൾ മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചു, വേറൊരാൾ വന്നിങ്ങനെ എത്തി നോക്കുമ്പോൾ ഇവൻ എന്തിനാ ഈ ലൈൻ എഴുതിയേക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നേ, ഞാനിതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്. സോ അതാണ് ഡോക്യുമെൻറ്റേഷൻ. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് വൺ, ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ്. ഇപ്പോൾ ഫോർത്ത് ഫേസിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കോഡ് ചെയ്തു. അതായത് നമ്മൾ പ്രോഗ്രാം ഫുൾ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്ത് വെച്ച പ്രോഗ്രാം ഫുൾ ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും അതിനകത്ത് തെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ തെറ്റുകളെ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയറാണ് ഈ പറയുന്ന ടെസ്റ്റിങ്ങും ഡീബഗ്ഗിങ്ങും. ഓക്കെ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് ടെസ്റ്റിംഗ്. ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എറർ ഉണ്ട് എങ്കിൽ ആ എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുന്നു. മനസ്സിലായോ? എറർ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് ഉത്തരം കിട്ടില്ല. അപ്പോൾ എറർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്ത് ആ എററിനെ മാറ്റണം. ആ എററിനെ മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. എറർ കണ്ടുപിടിക്കുന്നത് ടെസ്റ്റിംഗ് വെച്ചിട്ടാണ്. ഡീബഗ്ഗിങ് വെച്ചിട്ട് നമ്മൾ ആ എററിനെ ക്ലിയർ ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ടിലേക്ക് വീണ്ടും പ്രൊസീഡ് ചെയ്യുന്നു. സോ നമ്മളുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിങ്. ആൻഡ് the last one, sixth one, maintenance. മെയിൻ്റനൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഹാൻസ്മെൻറ്റ്. അതായത്
ഞാൻ പറഞ്ഞിരുന്നൊരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനൊരു ഹോട്ടൽ നടത്തുകയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ബേസിക് റൂംസും അതുപോലെ തന്നെ എന്താ പറയുക, ഡീലക്സ് റൂംസും മാത്രമേ എൻ്റെ കയ്യിൽ, ഡീലക്സ് അല്ല, ഡീലക്സ് റൂമും മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 വർഷം കൊണ്ട് ഞാൻ നന്നായിട്ട് പച്ച പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് സ്യൂട്ട് റൂംസും കൂടെ ആഡ് ചെയ്യാം. സ്യൂട്ട് റൂംസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്കവിടെ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും. പക്ഷേ ആ സോഫ്റ്റ്വെയറിൽ അത് അപ്ഡേറ്റ് ചെയ്യണ്ടേ? നിങ്ങളിപ്പം നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം താജിൻ്റെയൊക്കെ ഹോട്ടൽസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും ഇന്ന റൂംസ്, ഇന്ന ടൈപ്പ് റൂംസ് അവിടെ അവൈലബിൾ ആണ്. അത് കണ്ടിട്ടാണ് നമ്മളവിടെ റൂംസ് ബുക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തു വെച്ചു, ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ കഴിയുമ്പോൾ പുതിയ ഫീച്ചേഴ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു എൻഹാൻസ്മെൻറ്റ് എന്നുള്ള പരിപാടിയും കൂടെ നമ്മളവിടെ നടത്തേണ്ടിയിരിക്കുന്നു. ആ എൻഹാൻസ്മെൻറ്റിനെയാണ് ഈ മെയിൻ്റനൻസ് എന്നുള്ള വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. സോ പ്രോഗ്രാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ പ്രോഗ്രാം പ്ലാനിങ്ങിൽ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. 6 സ്റ്റെപ്സ് അല്ലെങ്കിൽ 6 ഫേസസിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് പ്രോഗ്രാം ലൈഫ് സൈക്കിൾ എന്നുള്ള വാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമിൻ്റെ ലൈഫ് സൈക്കിളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. പ്രോബ്ലം ഡെഫിനീഷൻ, പ്രോബ്ലം അനാലിസിസ്, അൽഗോരിതം ഡെവലപ്മെൻറ്റ്, കോഡിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗ്ഗിംഗ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മെയിൻ്റനൻസ്. ഇതാണ് നമുക്ക് ബ്രീഫായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ വേഗം ബുക്ക് എടുക്കുക. ജസ്റ്റ് ലെക്ചർ നോട്ട് ഓരോ ലൈൻ ജസ്റ്റ് പോയിന്റ് ചെയ്ത് പോവുക. എടുത്തോളൂ, ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ കൊടുക്കുക, പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ്. പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ്ങിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നില്ല, നിങ്ങൾ ജസ്റ്റ് തുടങ്ങിക്കോളൂ. It is very much crucial. It is very much crucial for the smooth running of the program. For the smooth running, RUNNING, എഴുതി വെച്ച പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൺ എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് ദ പ്രോഗ്രാം. ദെൻ ഒരു പോയിന്റും കൂടെ, പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ് ഇൻക്ലൂഡ്, പർപ്പസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ് ഇൻക്ലൂഡ് പ്രോഗ്രാം ലൈഫ് സൈക്കിൾ. പ്രോഗ്രാം ലൈഫ് സൈക്കിൾ എന്ന് എഴുതുക. 6 എണ്ണം, 1 2 3 4 5 6 നമ്പർ ഇട്ട് 6 എണ്ണം നിങ്ങളുടെ ബുക്കിൽ എഴുതിയതിന് ശേഷം ഈ പറയുന്ന ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ഈ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതിക്കോളാം. ഫസ്റ്റ് വൺ കൊടുക്കുക, പ്രോബ്ലം ഡെഫിനീഷൻ. പ്രോബ്ലം ഡെഫിനീഷൻ ജസ്റ്റ് ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് എഴുതുക അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, ഐഡൻറ്റിഫൈങ് ദ റിക്വയർമെൻറ്റ്സ്, ഐഡൻറ്റിഫൈങ് ദ റിക്വയർമെൻറ്റ്സ് and the solution of the problem. Solution of the problem. Just comment എഴുതിയാൽ മതി. Then second one, problem analysis. Problem analysisൽ കൊടുക്കുക, gather the resources to solve the problem. Gather the resources to solve the problem. Third one, algorithm development. Algorithm development എഴുതുക, step by step procedure, step by step procedure to solve a problem. To solve a problem. Next one, coding.
കോഡിംഗ്. ഹൈഫൻ ഇട്ട് എഴുതുക. വി കൺസ്ട്രക്ട് ദ ആക്ച്വൽ പ്രോഗ്രാം. We construct the actual program. Then testing and debugging. Testing and debugging. Test the program. Test the program to check. Test the program to check whether it is able to solve the problem. Debugging means if there is a error, we will resolve the error by make use of the procedure debugging. If there is an error, we will resolve that error by make use of a procedure called as debugging. And the last one, maintenance. Maintenance. If the user encounter any problem, or want to enhance, we need to repeat all these steps. ലെക്ചർ നോട്ട് എഴുതി അവസാനിപ്പിച്ചോളാം. ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നിയാൽ നിങ്ങളിത് യൂട്യൂബിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് ടോപ്പ് റൈറ്റിൽ ഒരു 3 കുത്ത് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നോർമൽ ആയിരിക്കും കിടക്കുന്നത്. അതിനെ നിങ്ങൾ 0.75 എന്നോ 0.5 എന്നോ പറഞ്ഞ് റിഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ എളുപ്പമായിരിക്കും. ഞാൻ ഈ പറയുന്നതിൻ്റെ സ്പീഡ് അവിടെ കുറയും കേട്ടോ. എഴുതിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.